മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിച്ച ഡോക്ടർ 30 വർഷങ്ങൾക്കിടയിൽ 20,000-ഓളം പോസ്റ്റ്മോർട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ഡോക്ടർ ഷേർലി വാസു. ഡോക്ടർ ഷേർലി വാസു ഈ കഴിഞ്ഞയാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജനായ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചത് 68-ാം വയസ്സിലായിരുന്നു. ആരായിരുന്നു അവർ? 80കളുടെ ആദ്യ പകുതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ ഷേർലി വാസു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പോസ്റ്റ്മോർട്ടവും മോർച്ചറിയുമൊക്കെ ഭീതിയോടെ മാത്രം കാണുന്ന ഒരു കാലത്താണ് കഷ്ടിച്ച് 25ലേക്ക് കടക്കുന്ന പ്രായത്തിൽ ഡോക്ടർ ഷേർലി വാസു ഫോറൻസിക് മെഡിസിന്റെ പാതയിലേക്ക് എത്തുന്നത്. കേസന്വേഷണത്തിന്റെ പേരിൽ പിന്നീട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടിയിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലും കോടതികളിലും അന്ന് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നുവെന്ന് ഷേർലി വാസു പറഞ്ഞിട്ടുണ്ട്. തുടക്കകാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾക്കിടയിലും കാസർഗോഡ് മുതൽ എറണാകുളത്തിന്റെ അതിർത്തി വരെയുള്ള പരിധിയിലെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നാലെയുള്ള യാത്ര അവരിലെ വനിതാ ഫോറൻസിക് സർജനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിനപ്പുറം ബലാത്സംഗത്തിനിരയായ അതിജീവിതകളുടെ പരിശോധനയും ജോലിയുടെ ഭാഗമായിരുന്നു. വിചാരണ സമയത്ത് പഴയകാലത്ത് ഓപ്പൺ കോടതിയിൽ ഇതിന്റെ പേരിൽ അനുഭവിക്കപ്പെടേണ്ടി വരുന്ന വിഷമങ്ങൾ ഇരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടി വരുന്ന ഫോറൻസിക് സർജനും ഒരുപോലെയാണെന്നും ഡോക്ടർ ഷേർലി വാസു പറഞ്ഞിട്ടുണ്ട്. ഇൻ ക്യാമറ കോടതിയിലേക്ക് ഇത്തരം വിചാരണകൾ കടക്കുന്നത് വരെയായിരുന്നു അവസ്ഥ. ഇരയുടെ അഭിമാനത്തെ ഹനിക്കപ്പെടുന്ന ചോദ്യങ്ങളോ പരിശോധനകളോ നടത്തുന്നതിനെതിരെ പുതിയ കാലത്ത് വന്നിരിക്കുന്ന നിയമ സംരക്ഷണത്തിന് അവർ പ്രതീക്ഷയോടെയാണ് കണ്ടത്. ചേകന്നൂർ മൗലവി, ഗോവിന്ദച്ചാമി പ്രതിയായ തൃശൂരിലെ സൗമ്യ, ഗോവയിൽ കൊല്ലപ്പെട്ട കോഴിക്കോടുകാരിയായ പെൺകുട്ടി സഫിയ എന്നിങ്ങനെയുള്ള നിരവധി പേരുടെ മരണത്തോടൊപ്പം ആരംഭിച്ച ദുരൂഹതയ്ക്ക് മറുപടി നൽകുന്നതിന് ഡോക്ടർ ഷേർലി വാസുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ റിപ്പോർട്ടുകൾക്ക് സാധിച്ചിട്ടുണ്ട്. എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജൻ, സംവിധായകൻ ജോൺ എബ്രഹാം തുടങ്ങിയവരുടെ അപ്രതീക്ഷിത മരണങ്ങൾക്ക് ശേഷമുള്ള നടപടികൾ ഡോക്ടർ ഷേർലി വാസുവിന്റെ ഓർമ്മയിൽ വേദനയായിരുന്നു. ഹാർട്ട് അറ്റാക്ക്, തലച്ചോറിലെ രക്തക്കുഴലുകളിലെ അടവ് തുടങ്ങിയവ കാരണം പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾക്ക് പിന്നാലെയുള്ള പഠനം ജീവിത രീതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ മരണത്തിന് കാരണമാക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിന് ഡോക്ടർ ഷേർലി വാസുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ അവതരിപ്പിച്ച പഠന റിപ്പോർട്ടുകൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് വലിയ സഹായകമായിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ശാരീരിക പരിശോധനകൾക്കപ്പുറം ആത്മഹത്യ ചെയ്തവരുടെ മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അന്വേഷിക്കേണ്ടി വന്നിട്ടുള്ളതായി ഡോക്ടർ ഷേർലി പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതാനുഭവങ്ങൾ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പേരിൽ അവർ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ ഒരു ഉത്സവമായാണ് ഷേർലി വാസു കണ്ടിരുന്നത്. മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തിലെ ഉത്സവത്തെ കെടുത്തിയ പ്രതികൾ ഇരുമ്പഴികൾക്കുള്ളിൽ പുറത്തുള്ള ഉത്സവം ആഘോഷിക്കാതെ കഴിയണമെന്ന് അവർ പറഞ്ഞു. ഒറ്റയടിക്ക് ഇരുമ്പഴിക്കുള്ളിലെ പ്രതികളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന വധശിക്ഷയ്ക്ക് അവർ വ്യക്തിപരമായി എതിരാണെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. നന്നായി ജീവിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് നന്നായി മരിക്കുക എന്നുള്ളതും. അസ്വാഭാവിക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മരണം സ്ഥിരീകരിക്കുന്നതിനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അവസാന വാചകം എഴുതി ചേർക്കുന്നതിനുമിടയിൽ കീറി മുറിക്കുമ്പോൾ ഉൾപ്പെടെ ആ മൃതദേഹത്തോട് മനുഷ്യത്വത്തോട് പെരുമാറുക എന്നത് ഫോറൻസിക് ഡോക്ടർ മുതൽ മോർച്ചറിയിലെ അറ്റൻഡർ വരെയുള്ളവരുടെ ആത്മാർത്ഥമായ ഉത്തരവാദിത്തമാണ്. തന്റെ ജീവിതത്തിൽ പകുതിയിലേറെ കാലം മൃതദേഹങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഡോക്ടർ ഷേർലി വാസു അഭിമാനത്തോടെ പൂർത്തിയാക്കിയതും ആ ആത്മാർത്ഥമായ ഉത്തരവാദിത്തമാണ്.